മേതൂട്ടീനെ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു അമ്പലമുണ്ട്. പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്തിൽ നിന്ന് വന്നതാണ്. ഗുജറാത്തിൽ നിന്ന് നേരെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പിന്നെ തമിഴ്നാട് അതെ ആ വെളുത്ത ബെല്ലു. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ പട്ടുപാവടിയിൽ ഇട്ടിട്ട് എങ്ങോട്ടേക്കാണ് മേതൂട്ടി? ഇന്ന് താത്തി തെത്തി തെയ്യാ. അതാണ് താത്തേ തിത്തേ. അപ്പോൾ മേതൂട്ടി ഇന്ന് മുതൽ ഡാൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് പോവേന്ന്. അപ്പോൾ കുറച്ച് ദിവസമായി മേതൂട്ടി പറയുന്നത് എനിക്ക് ഡാൻസ് പഠിക്കണം, എനിക്ക് ഡാൻസ് പഠിക്കാൻ ഇഷ്ടമാണെന്നല്ല. ഇപ്പം മണിക്കൂട്ടം കളിക്കുന്നത് നോക്കിയിട്ടെല്ലാം കളിക്കലുണ്ടല്ലേ ഓള് സിനിമാറ്റിക്ക്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഏതായാലും മേതൂട്ടീനെ ഒന്ന് ഡാൻസിന് ചേർത്തേക്കാം. ഇതിന് മുന്നേ നമ്മൾ തീരുമാനിച്ചതാണ്. ഒരു മൂന്ന് വയസ്സാവും 5 വയസ്സായത്. ഇപ്പം 5 വയസ്സ്. 3 വയസ്സാകുമ്പോൾ ഇവിടെ എന്തെങ്കിലും ഒന്ന് ചേർക്കണം. അപ്പൊ ആരും പറഞ്ഞു ആ സമയത്തൊന്നും ഇവള് നിൽക്കുന്നുണ്ടായില്ല. പറഞ്ഞെടുത്ത് ഇപ്പൊ നമ്മ ഒരു സ്ഥലത്തേക്ക് വിളിച്ചു ചോദിക്കുമ്പോൾ അവര് പറഞ്ഞു 7 വയസ്സില് ചേർക്കൂലു. ചെറിയ കുട്ടികളാവുമ്പോ ആ പ്രായത്തില് ഇവര് പറഞ്ഞാല് കേൾക്കാനാവൂല്ലോ. അതുപോലെ അവര് നിക്കില്ല. പിന്നെ കളിയും ചിരിയല്ലായിരിക്കും. അതെ. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്തൊന്നും ഇല്ലാണ്ടായി. പിന്നെ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു ഉണ്ട്, ചെറിയ വയസ്സിലും പഠിപ്പിക്കുന്ന ഓരോരോ സ്ഥലത്ത് അവരെടുക്കുന്ന ഒരു ഇതെന്ന് മാത്രം. ഇപ്പൊ നമ്മള് ഇപ്പൊ ഇന്ന് ഏതായാലും മേതൂട്ടീനെയും കൊണ്ട് പ്രചരണത്തിന്റെ പ്രചരണമാണ്. അതെ, ഇലക്ഷന്റെ ചൂട് പിടിച്ചിട്ടല്ലേ ഇല്ല. അപ്പൊ അതിന്റെ പ്രചരണം നടത്തുന്നുണ്ട്. അപ്പോ മേതൂട്ടി ഡാൻസ് പഠിക്കാൻ ആഗ്രഹം ഉണ്ടാ? അല്ല, ഫ്രണ്ട്സിനെ കാണാൻ പോന്നെയാണ്. അപ്പൊ മേതൂട്ടിന്റെ ഫ്രണ്ട്സും ആടിനെ പഠിക്കുന്നത്. ഫ്രണ്ട്സ് അല്ല, ഫ്രണ്ട് ഉണ്ട്. അപ്പൊ ഫ്രണ്ട് അതിലൊരു ഡിസൈൻ ഉണ്ട് ടീഷർട്ടിന്, അതാ പറയുന്നത്. അപ്പൊ ഇവള് ഫ്രണ്ട് ഇല്ലത് കൊണ്ടാണ് ഇവള് മെയിൻ ആയിട്ട് പോവാനില്ല കാരണം. പക്ഷെ അടതാ ചുണ്ടെല്ലാം കണ്ടില്ലേ? ചുണ്ടങ്ങൾ സ്വന്തം കടിച്ചതാ. ഇന്നലെ ഗ്ലാസ് എടുത്തിട്ട് ഇങ്ങനെ ഇത് വെച്ചിട്ട് ഒരു മീശ വന്നിട്ടുണ്ട്. മീശ കാണിച്ചു കൊടുത്തതിന്റെ എന്താ ചെയ്ത? ഗ്ലാസ് എടുത്തിട്ട് ഇങ്ങനെ അമർത്തി ചുണ്ടിന് ഇവിടെ പിന്നെ മീശേന്റെ അടുത്ത് ഒരു നമ്മളിങ്ങനെ വലിച്ചു പിടിക്കുവല്ലേ, വലിച്ചു പിടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ അമർത്തി വെക്കും. എന്നിട്ട് എയർ വിടുന്ന സമയത്ത് അതിങ്ങനെ പോകും. അത് ഓള് മുന്നേ ചെയ്തത്. ഒരു ദിവസം നല്ലോണം ആയി. പിന്നെ അത് എവിടെയാന്ന് പോലെ അതെ. പിന്നെ ഇന്നാക്കി കൊറേ നേരമായി രാവിലെ എണീപ്പിച്ച് കുളിപ്പിച്ച് കീപ്പിച്ചാന്ന്. അപ്പൊ നിക്കാൻ എന്തായാലും ഓള് നിക്കുന്നേ ഇല്ല. മതിയല്ലേ, ഒന്ന് വേഗം പോന്നാ പറയുന്നത്. ക്ഷമ കെട്ടും മേതൂട്ടീന്റെ. അതുപോലെ നമ്മളെ മണിക്കൂട്ടിന് റെഡി ആയിട്ടുണ്ട്. മണിക്കൂട്ടിന് ഇന്നൊരു ചെറിയൊരു ക്ലാസ് ഉണ്ട്. പിന്നെ രാവിലെ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഫുട്ബോൾ എടുത്ത് കളിയാവും. ബോള് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ അകത്തുനിന്നായാലും പുറത്തുനിന്നായാലും എല്ലാം കളി തന്നെ. പോവാ മണിക്കൂട്ടാ. ഹലോ ഗൈസ്, അപ്പോ മണിക്ക് ഇന്നലെ രാത്രി വരെ ചെവി വേദനയാണ്. രാത്രി വരെയല്ല, രാത്രി മുതൽ ചെവി വേദന. നമ്മൾ ഇന്നലെ കണ്ണൂർ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ ഒരു സ്ഥലത്ത്. അപ്പോഴേക്ക് അത് കഴിഞ്ഞ് ഇവിടെ വീട്ടിലെത്തി കുറച്ച് കഴിയുമ്പോഴേക്ക് ബാക്കി അവനോട് ചോദിച്ചു എന്റെ കാര്യം. അപ്പൊ അത് നമ്മൾ വീട്ടിലെത്തുമ്പോഴേക്ക് മണിക്കൂട്ടന് ചെവി വേദന സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അതിന് 2-3 ദിവസം മുന്നേ മണിക്കൂട്ടൻ സ്വിമ്മിങ്ങിന് ഇപ്പൊ സ്വിമ്മിങ് ക്ലാസ്സിനെല്ലാം പോകണ്ട. ഇപ്പൊ ആയിട്ടില്ല, അവസാനമായി. അതെയാ? അപ്പൊ ഇന്നലെ ഒരു ചെവി മാത്രം നല്ല വേദനയാണ്. അപ്പൊ നമ്മൾ രാത്രി തന്നെ പോയി ഹോസ്പിറ്റലിലേക്ക്, നമ്മുടെ മെഡിക്കൽ കോളേജിൽ അവിടെ കാണിച്ചു. അപ്പൊ അവര് കുറച്ച് ഇൻഫെക്ഷൻ ഇല്ലായതുകൊണ്ടല്ലേ മണിക്കൂട്ടാ? എന്റെ എങ്ങനെയുണ്ട്? ഇന്ന് മാറ്റമുണ്ടോ? പക്ഷെ ചെവി അറിഞ്ഞിട്ടുണ്ട്, ചെറിയ വേദന. എനിക്ക് തോന്നുന്ന മണിക്കൂട്ടൻ ആ വെള്ളത്തിലെല്ലാം കളിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം. ചിലപ്പോൾ അത് വെള്ളമെല്ലാം കുടിച്ച് കാണുമല്ലോ നീന്തൽ പഠിക്കുമ്പോൾ കുറച്ചെല്ലാം അല്ലേ? അപ്പൊ അങ്ങനെയല്ല ആയതുകൊണ്ട്, അല്ലെങ്കിൽ ചെവിയിലേക്ക് വെള്ളം കയറിയത് കൊണ്ടായിരിക്കും. അങ്ങനെ എന്തായിരിക്കും? മറ്റേ ക്യാപ്പിട്ടിനല്ലേ? അങ്ങനെ മണിക്കൂട്ടൻ നീന്തൽ പഠിച്ചു കൂട്ടാ. എത്രയോ വർഷമായിട്ട് ഇവനെ പഠിപ്പിക്കണം. നമ്മൾ ഇവിടെ തൊട്ടടുത്തുള്ള വെള്ളാലത്തമ്പലത്തിന്റെ കുളത്തിൽ കൊണ്ടുപോയിട്ട് പഠിപ്പിക്കാന്നെല്ലാം വെച്ച് നിന്നതാണ്. പക്ഷെ ഒരു കാര്യത്തിലും മണിക്കൂട്ടൻ തയ്യാറായിട്ടില്ല. ലാസ്റ്റ് ഇപ്പോൾ സ്കൂളിൽ നിന്ന് തന്നെ അവരെന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് കുട്ടികളെല്ലാം പഠിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഇത് കൊണ്ട് തന്നെ സ്വിമ്മിങ്ങിന്റെ. അങ്ങനെ മണിക്കൂട്ടൻ നീന്തൽ പഠിച്ചിരിക്കുകയാണ്. നീന്തൽ പഠിച്ചു എന്നെല്ലാം പറയുന്നുണ്ട്. ഇനി ഇവനെ കുളത്ത് കൊണ്ടിടണം, എന്നാൽ അറിയാം നമുക്ക് ശരിക്കും നീന്തൽ. ഞാൻ കണ്ടിട്ടില്ല. നീന്തുന്നുണ്ട് അടിപൊളിയായിട്ട്. അതെ അല്ലേ? ഇപ്പം ബാക്ക് ഫ്ലിപ്പ് എന്നെല്ലാം പറയുന്നത്. ബാക്ക് ഫ്ലിപ്പ് ബ്ലാക്ക് ഫ്ലോട്ടാ. അപ്പൊ അങ്ങനെയെല്ലാം നീന്താൻ പഠിച്ചിട്ടുണ്ട്. ഇനിയിപ്പം മേതൂട്ടിനെയും പഠിക്കണം. നമ്മളെ മേതൂട്ടിനെ അന്ന് നീന്തൽ പഠിപ്പിക്കില്ല അടുത്ത വർഷം. അപ്പൊ ആയിട്ടില്ല, ഒന്ന് ചെറിയ കുട്ടികൾക്ക് ഇല്ല, ഒന്ന് അവര് ഇല്ല.
5ാം ക്ലാസ്. 5-ലല്ല 2ാം ക്ലാസ് 3ാം ക്ലാസ്സിലെങ്ങാനും തുടങ്ങുന്നുണ്ട്. അതെ, അപ്പൊ ഇപ്രാവശ്യം മേതുട്ടി 1ാം ക്ലാസ്സിലേക്കാന്നേ. ആയിട്ടാ മേതുട്ടിന്റെ റിസൾട്ട് വന്നു. മേതുട്ടി 1ാം ക്ലാസ്സിലെത്തി. മേതുട്ടിന്റെ റിസൾട്ട് വന്നു. ഫുള്ളില് ഫുള്ള് എന്ന് അതെ, മേതുട്ടി തന്നെ പറയട്ടെ. ഫുള്ളില് A1 മണിക്കുട്ടന്റെയും വന്നു. മണിക്കുട്ടനും മണിക്കൂട്ടിനും കുഴപ്പമില്ല. അതെ, കുറച്ചും കൂടി ബെറ്റർ ആക്കാനുണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. മണിക്കുട്ടൻ ആദ്യമായിട്ട് CBSE-ലേക്ക് പോകുന്നു അല്ലെ? കേരള നമ്മളെ കേരള സിലബസിലുണ്ടായിനെ അതെ, കഴിഞ്ഞ വർഷം ഈ വർഷമാണ് ഓൻ CBSE-ലെത്തിയത്. ഇത് വെച്ചിട്ട് നോക്കുമ്പോ കമ്പയർ ചെയ്യുമ്പോൾ മണിക്കൂട്ടൻ ഫാർ ബെറ്റർ ആണ്. അതെ, അല്ലേ മണിക്കൂട്ടാ? പോവാ പറഞ്ഞാ പോരാ. അപ്പൊ സമയമുണ്ട്, കുഴപ്പമില്ല. ഇന്ന് നമ്മൾ കുറച്ച് നേരത്തെയാണല്ലേ പ്രിയ? ഇന്ന് നേരത്തെയാണ് നമ്മൾ. പക്ഷെ ഇവനെ കൊണ്ടാക്കി ഇവളുടെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് സമയമാവും. അന്ന് 10 മണിക്കാണ് മേതുട്ടിക്ക് തുടങ്ങുന്നത്. മേതുട്ടി എന്നാൽ നമുക്ക് മേതുട്ടി അടക്കി മെറ്റിലെല്ലാം എടുത്ത് വെച്ചാ ഇന്ന് എനിക്ക് ഇത് കൊടുക്കേണ്ടിയാണ്. ദക്ഷിണ കൊടുത്തിട്ടാണ് കാലെല്ലാം തൊട്ട് ടീച്ചറെ വെറ്റിലെടുക്കണത്. അടക്കം ഞാൻ ഇപ്പൊ അങ്ങനത്തെ സിസ്റ്റം ഉണ്ടോന്ന് അറിയില്ലേ. മീശക്കാരി മീശോക്കിയ നല്ല തെളിഞ്ഞ് കാണുന്നുണ്ട് 2 സൈഡിലും. പിന്നെ ചുണ്ടെല്ലാം ഇങ്ങനെ കടിച്ച് പൊട്ടിക്കൂട്ടാ. ഓളെന്നെ അപ്പോൾ അത്ര പറഞ്ഞത് കേൾക്കുന്നില്ല. അപ്പൊ നമ്മള് മേതുട്ടിക്ക് കൊടുക്കാനല്ലേ വെറ്റില പറിച്ചിട്ടുണ്ടല്ലോ മേതുട്ടി. വെറ്റിലുണ്ട്, അടക്കിണ്ട്. അങ്ങനത്തെ ചടങ്ങലുണ്ടോ സത്യം പറഞ്ഞാൽ അറിയില്ല. പണ്ട് മേതുട്ടിനെ ഞാൻ ഒരിക്കലേ ഒരു 3ാം വയസ്സിൽ ഇങ്ങനെ ഡാൻസിന് കൊണ്ടുപോയിട്ടുണ്ടായിനെ. അന്നേരം ഇതുപോലെ കൊടുത്തിട്ടുണ്ടായിന്. പ്രിയ ചെറുപ്പത്തിലെ വേറൊരു സ്റ്റോറിയും കൂടി ഉണ്ട് ഇതില്. പ്രിയ ചെറുപ്പത്തില് ഡാൻസ് പഠിക്കാൻ വേണ്ടിട്ട് ഡാൻസ് പഠിക്കണം അതിയായ ആഗ്രഹമായി എത്തിച്ചെന്നത് സിംഹത്തിന്റെ അങ്ങനെയല്ല ഇതാക്കിട്ടാ പറയുന്നത്. അതുപോലെ പറയാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ഡാൻസ് പഠിക്കാൻ വേണ്ടി പോയി. ഇതുപോലെ വെറ്റിലി അടക്കിയെല്ലാം വെച്ച് അത് അടക്കിയും വെറ്റിലും വെച്ചതേ ഇല്ലു. പിന്നെ പോയി ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ പ്രിയ പോകുന്നില്ല. സത്യം പറയാ, കൊറേ നാള് പോയിട്ടുണ്ടായിനെ. അരങ്ങേറ്റം എത്തിയിട്ടുണ്ടായില്ല, കുറച്ച് നാള് പോയിട്ടുണ്ടായിന്. പിന്നില്ലേ പോകുമ്പോഴത്തേക്ക് ഒന്നാമത് ആ സമയത്ത് പൈസേന്റെ ബുദ്ധിമുട്ടാണ്. എല്ലാരും ചേരുമ്പം എന്നെയും കൊണ്ടു ചേർത്തു. പിന്നെ ഈ അരങ്ങേറ്റം എന്നെല്ലാം പറയുമ്പോ പൈസ കുറച്ച് ചെലവില്ല കാര്യമാണ്. അപ്പൊ അച്ഛൻ പറഞ്ഞു മോളെ പൈസ കൊടുക്കാനില്ല, അത് വേണ്ട നമുക്ക് ആവൂല എന്നുള്ള രീതിക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ വീട്ടില് നോക്കണം. അതെ, അച്ഛന് വീടാ നോക്കണ്ടേ, എന്നെ ഡാൻസാ പഠിപ്പിക്കണ്ട്, കലാകാരി ആക്കണ്ട്. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഡാൻസ്. അന്നുണ്ടല്ലോ ആഗ്രഹം ഒന്ന്. രണ്ടാമത്തേന്ന് വെച്ചാൽ ഒരുമിച്ച് പോകുന്നവരെല്ലാം പോകുമ്പോ നമുക്ക് പോകാനൊരു ഇഷ്ടം ഉണ്ടാവും. കൂടെ ഉള്ളവരെന്ന് ചെയ്യുന്ന അത് ചെയ്യാൻ വേണ്ടിട്ട് നമുക്കൊരു ഇഷ്ടമായിരിക്കും. അങ്ങനെയാണ് അന്ന് പോയത്. അല്ല നമുക്കായിട്ടൊരു തോന്നൽ വന്ന് ഡാൻസ് പഠിക്കണം എന്നില്ല, ഇതല്ല. ഒരുമിച്ചുള്ളവര് പോകുമ്പോ അവരുടെ കൂടെ പോയി കളിക്കാം. അപ്പൊ കുറച്ചുനാള് പോയി അരങ്ങേറ്റൊന്നും കഴിഞ്ഞിട്ടാ. അപ്പൊ അങ്ങനെയാണ് കുറച്ച് താത്തയും തിത്തയും പതാക, തൃപ്പതാക, അർത്ഥപതാക എല്ലാം പഠിച്ചിട്ടുണ്ടായിന്. മുദ്രകള് അതൊന്നും ഓർമ്മയില്ല. മുദ്രകള് പതാക, അർത്ഥപതാക എന്നെ ഇപ്പൊ ഓർമ്മയില്ല കേട്ടോ. എത്രാം വയസ്സില് 5-6 വയസ്സിൽ ഇവളെ പ്രായം തന്നെ തോന്നും. അതെ, ആ ഒരു പ്രായത്തിൽ പോയതാണ്. അപ്പൊ അതാണ് എന്റെ സ്റ്റോറി. ആദ്യം നമുക്ക് മണിക്കൂറിനെ കൊണ്ട് സീനാട്ടം പോയി. ഭരതനാട്യത്തിന് ഒരുപാട് പോയി. മോഹിനിയാട്ടം ഡാൻസ് പോയിട്ട് കാല് വരെ ഇങ്ങോട്ടും ഇങ്ങോട്ടും ചെറുപ്പത്തില് അതിലൊന്നല്ല. പിന്നെ കളിക്കും അത്യാവശ്യം. ക്രിക്കറ്റ് നമ്മുടെ നാട്ടിലെ മറ്റേ എല്ലാരും കളിക്കും അല്ലേ? കണ്ടത്തിലിറങ്ങി കളിക്കുന്നല്ലാണ്ട് വേറെ ഒന്നിലും അങ്ങനെ പോയിട്ടില്ല. അങ്ങനെ ഒരു വാസനയും ഉണ്ടായിട്ടില്ല, അറിയുകയും ചെയ്യില്ല. അങ്ങനെ അപ്പൊ ഏതായാലും എന്റെ ആഗ്രഹം ഞാൻ മേതുവിന്റെ കൊടുക്കുന്നു. ഓക്ക് ആഗ്രഹം എന്റെ ആഗ്രഹം ഒന്നല്ല കേട്ടോ. ഓക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഓള് കളിക്കുവാന്നില്ലതേലു. ഓക്ക് കുറച്ചാള് പോയിട്ട് ഓക്കല്ലേ ഓള് ഇഷ്ടാണ് ഇതെല്ലാം. ഇതൊന്നും നമ്മളെ പിടിച്ച് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാല് അതൊന്നും ആ ഒരു ഇതിലെത്തൂല. അവരവർക്ക് ഇഷ്ടമുണ്ടോ ചെടി. അപ്പൊ നമ്മള് മണിക്കൂട്ടിനെ അവിടെ കൊണ്ടുവിട്ടു. ഇനിയിപ്പൊ നേരെ മേതൂട്ടിനെയും കൂട്ടിട്ട് അവിടെ ആക്കാൻ വേണ്ടിട്ട് പോവേനെ. കള്ളത്തീ ചേർത്തില്ല, അതിന് മുമ്പേ ഉറക്കം വരുന്നത്. ഇന്ന് ജസ്റ്റ് അവിടെ ഇരുന്ന് എല്ലാരെയും കണ്ട് ഒന്ന് പരിചയാവല്. അടുത്ത ദിവസം തൊട്ടിട്ട് ക്ലാസ്. അപ്പൊ നമ്മുടെ സ്ഥലത്ത് എത്തിയല്ലേ. ഇനിയിപ്പോ മേതൂട്ടീനെ അങ്ങോട്ടേക്ക് കയറ്റണം. നമുക്ക് അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കാണ്. പിന്നെ ഇവിടെ തന്നെ കേട്ടോ നമ്മള്. നീ എടുത്തേക്ക് പോകുന്നു. ഇത് നമ്മുടെ കുടുംബക്ഷേത്രമാണ് കേട്ടോ. തറവാട് ക്ഷേത്രം. കുടുംബക്ഷേത്രമല്ല, തറവാടല്ലേ? തറവാട്. ഓക്കെ, തറവാട് ക്ഷേത്രമാണ്. തറവാട് കുടുംബമെല്ലാം ഒന്നല്ലേ? നമുക്ക് ആ കൺഫ്യൂഷനായ അല്ല, നമ്മുടെ സമുദായത്തിന്റെ. സോറി ഇതല്ല തറവാട് കുടുംബം എന്നല്ല, സമുദായത്തിന്റെ. ഓക്കെ, മേതൂട്ടി എല്ലാം അറിഞ്ഞ പോലെയാണ് കേട്ടാ. മുന്നേ ഇവിടെ വന്ന പോലെയാണ് മേതൂട്ടി പോകുന്നത്.
ഒരുപാട് പേരുണ്ട് കേട്ടാ പ്രിയ, ചെരുപ്പെല്ലാം കാണുന്നുണ്ട്. മുകളിലാവുന്ന അല്ലേ? വെള്ളം ഞാൻ എടുത്തോണ്ടിരാം വണ്ടി. അങ്ങനെ നമ്മള് മേതുവിന്റെ ഫ്രണ്ടാണ് നൈമു. നൈമു ഇന്ന് ലീവാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. നമ്മളോട് പറഞ്ഞു 11:30 ആകുമ്പോ ഇനിയിപ്പം വന്നാ മതി പറഞ്ഞു. അടക്കം വിറ്റിലെല്ലാം കൊടുത്ത് ദക്ഷിണ വെച്ച് മേതുട്ടി. ഞാൻ പറഞ്ഞില്ല ശ്രീനാഥിന് നീ അത് ക്ലിപ്പ് എടുത്തിട്ടുണ്ടല്ലേ? ഇല്ല, അത് കിട്ടിയില്ല. ഞാൻ ശ്രീനാഥിനോട് ഫോൺ എടുത്തിട്ട് വരുമ്പോഴത്തേക്ക് അത് കഴിഞ്ഞ് താത്തയെ ശരിക്കും പറഞ്ഞാൽ ഇവരെല്ലാരും പഠിക്കുന്ന സ്ഥലത്തേക്ക് എനക്ക് അങ്ങനെ ഉന്തി കയറാനും പറ്റില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഇവളെയും കൂട്ടിയിട്ട് കയറി കഴിഞ്ഞ് ടീച്ചർ, ഞാൻ ശ്രീനാഥൻ ബാക്കിലുണ്ടെന്ന് വിചാരിക്കുന്ന ആ സൈഡില്. അപ്പൊ ഞാൻ എനിക്ക് തിരിഞ്ഞു നോക്കി മുമ്പോഴത്തേക്ക് കാണുന്നില്ല. അപ്പൊ ഞാൻ ഫോൺ കൊടുത്ത് വരുമ്പോഴത്തേക്ക് ചിലപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എല്ലാരും നമുക്ക് ഈ വീഡിയോന് മുന്നിൽ വരാൻ വേണ്ടിട്ട് ആഗ്രഹിക്കുന്നവരായിരിക്കൂല. ചിലപ്പോ അവർക്ക് പ്രൈവസി. ടീച്ചർ മോളത്തെ ഒരു ക്ലിപ്പ് അങ്ങ് പിടിച്ചു. പിന്നെ അപ്പൊ നമ്മള് വിചാരിച്ചല്ലേ ഉണ്ട് ആ ഒരു എന്നാന്ന് പറയണ്ടത് പണ്ടത്തെ ആ ഒരു രീതികൾ തന്നെ ഉണ്ട്. ഇതാണ് അതൊരു ചടങ്ങാണ്. പറ്റില്ല, അത് കൊടുക്കുവാന്നില്ലതാണ്. അപ്പൊ മേതൂട്ടി ആടെ നിന്ന് ഇനിയിപ്പോ 11:30 നമ്മളോട് വന്നോന്നാ പറഞ്ഞു. നമുക്ക് ഇനി പോകണ്ടല്ലോ വീട്ടിലേക്ക് പോകണം. ഇനിയിപ്പോ ഇതിപ്പോ 2 മണിക്കൂട്ടിന് 11:30 12 മണിയാകുമ്പോ മണിക്കൂട്ടിനെയും കൂട്ടാൻ പോകണം. കൂട്ടിയിട്ട് കൂട്ടുമ്പോഴത്തേക്ക് ഓനെയും കൂട്ടാനായി. അതെ, ഓനെ 12 മണിയാകുമ്പോ ഓനെയും തീരും. പിന്നെ ഇവിടെ ഒരു 11:30 വരാം. 1.5 മണിക്കൂർ ക്ലാസ്. 1.5 മണിക്കൂർ ക്ലാസ് അല്ലേ? 10 മണിയായല്ലേ? നമ്മളൊന്നും ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ അടുത്ത എവിടെയെങ്കിലും നമ്മൾ നരിക്കോടേക്ക് പോയിട്ട് വരാനുള്ള ചാൻസുകളുണ്ട്. നമ്മൾ നേരെ നരിക്കോടേക്ക് പോവുകയാണ് ഗൈസ്. പെട്ടെന്ന് തീരുമാനം കേട്ടോ. ഇതൊന്നും വായിലങ്ങ് ഒന്നും ഇടുന്ന അത്രയേ ഇല്ലൂ നരിക്കോടേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഏതായാലും നമ്മൾ നരിക്കോടേക്ക് പോകാൻ വേണ്ടി ഇനി വെറുതെ ഇങ്ങനെ 1 മണിക്കൂർ നിൽക്കുന്നത്. വീട്ടിലേക്ക് പോകുന്നതിനേക്കാളും സുഖം നമുക്ക് ഇവിടെ അടുത്തിതാണ്. പെട്ടെന്ന് വിളിച്ചെങ്കിൽ വരാൻ സുഖം ഇതല്ലേ. പിന്നെ ഞാനാ ഇവിടെ കൊണ്ടാക്കേണ്ടി വരും. നരിക്കോട് വെച്ചിരുന്ന് കൂട്ടാനാവും വരാൻ. ആ ഒരു ട്രിക്ക് ഞാൻ തന്നെ പറഞ്ഞു അല്ലേ? ഏതായാലും നമുക്ക് നടക്ക്. അപ്പോൾ നമ്മുടെ സമുദായം നേരത്തെ പറഞ്ഞത് കുടുംബക്ഷേത്രമല്ല, നമ്മുടെ സമുദായത്തിൻ്റെ കോട്ടാണ് കേട്ടോ. അത് ഇതിൻ്റെ കളിയാട്ടെല്ലാം കഴിഞ്ഞു. ഒരു 3 ദിവസത്തെ കളിയാട്ടം ഉണ്ട്. നല്ല അടിപൊളി ഇതായിട്ടില്ലേ? അത് നമ്മൾ ക്ലിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ പ്രിയ? അതിൻ്റെ തെയ്യത്തിൻ്റെതാ. പിന്നെ മേതൂട്ടേൻ്റെ അടുത്ത് ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി പോയിട്ട് വന്നല്ലേ. നമ്മൾ നരിക്കോട് പോകുന്നു പറഞ്ഞിട്ടെല്ലാം വന്നതാണ്. പക്ഷെ നരിക്കോട് പോയിട്ടില്ല. കാരണം നമ്മൾ അവിടുന്ന് കുറച്ച് എഡിറ്റ് ചെയ്യാനോട് വിചാരിച്ചു ആടെ നിൽക്കാ എഡിറ്റ് ചെയ്യാനേ. അപ്പൊ ഇതാ ഒരു വയസ്സായ ഒരു അച്ഛൻ എന്നെ തോന്നുന്നല്ലേ ഇങ്ങനെ ചുറ്റേന്ന് തോന്നുന്നു. സൈക്കിളും എടുത്തിട്ട് ഇങ്ങനെ പോവേന്ന് തോന്നുന്നു. യാത്രേനോടുള്ള ഒരു ഇഷ്ടം വെറുതെ ചോദിക്കണമെന്നുണ്ടല്ലേ. എനിക്ക് യാത്ര പറ്റൂല കേട്ടോ. യാത്ര അധികം ആയി കഴിഞ്ഞാൽ നമുക്ക് മൈഗ്രെയിൻ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. തലവേദന പിന്നെ അങ്ങനെയുള്ള കുറച്ച് ഇഷ്യൂ കാരണം നമുക്ക് യാത്രകൾ കൂടുതൽ പറ്റൂല. കുറച്ച് പറ്റും, കുറച്ച് കുഴപ്പമില്ല. അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ. അപ്പൊ ഇവിടെ ഒരു അമ്പലം ഉണ്ട് പറഞ്ഞിട്ട് നമ്മളെ. അപ്പൊ അവര് നേരെ ഈ അമ്പലത്തിലോട്ട് കയറി തൊഴുതേ. ഹിന്ദി ആയതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല കേട്ടാ. മനസ്സിലാവും പക്ഷെ സംസാരിക്കാൻ പറ്റുന്നില്ല. തീരാണ്ട് കുറെ നേരം സംസാരിക്കാൻ. സ്വാമിനോട് ചോദിച്ചു എന്താണ് ഇങ്ങനെ എവിടെയാ അപ്പം പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്തിൽ നിന്ന് വന്നതാണ്. ഗുജറാത്തിൽ നിന്ന് നേരെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പിന്നെ തമിഴ്നാടു ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ശ്രീലങ്കയിലേക്ക് പോകണം. അപ്പം ഭക്ഷണമൊന്നും 5 മാസമായി പോലും ഭക്ഷണമെല്ലാം കഴിച്ചിട്ട്. ഭക്ഷണം കഴിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കാണിച്ചിരുന്നു സ്വാമി. ഗുഡ് എന്ന് പറയുന്നത് നമ്മുടെ മറ്റേ ഇത് വെല്ലും അതായത് നമ്മുടെ സാധാരണ കടലയും വെല്ലും മാത്രമാണ് സ്വാമി കഴിക്കലെന്നാണ് പറഞ്ഞത്. അതാ ആ വെളുത്ത വെല്ലും വിലക്കടലും വെല്ലും മാത്രമാണ്. 5 മहीना वैसे ही हो गया है आप? 5 महीना हो गया. 5 മാസം. ഇത് ഭയങ്കര ഒരു നമുക്ക് ഹിന്ദിയിൽ അതിപ്പോ എനിക്ക് കുറച്ച് ഹിന്ദി അറിയുന്നതുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നത്. അവർ ക്രേസാണ്. ഞാൻ ഇവരെ കണ്ടപ്പോൾ അങ്ങനെ നമ്മൾ സ്വാമിയോടെല്ലാം സംസാരിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നുണ്ട്. അവര് കാണുമ്പോൾ ഇങ്ങനെ സൈക്കിൾ എടുത്തിട്ട്
ഗിയർ സൈക്കിളാണ്. ഗിയർ സൈക്കിൾ എടുത്തിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ തിരിഞ്ഞിരുമ്പോൾ ഒരു അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രീസ്. ഞാൻ പറഞ്ഞു സംസാരിക്കണ്ടെന്ന്, കാരണം എനിക്കൊരു പേടി. കാരണം ഇങ്ങനെയല്ല ആൾക്കാരെ കാണുമ്പോൾ അല്ലേ, എനക്ക് സീനാട്ടിന് ആദ്യം പോവാന്ന് പറഞ്ഞേ. എന്നിട്ട് എനിക്ക് ഇനി ഇങ്ങനെ കാണുമ്പോ ഇത് വേറെ തരത്തിൽ ഈ സ്വാമിയാരിൽ ഇങ്ങനെ കഞ്ചാവ് ഇതെല്ലാം എന്തെങ്കിലും പിടിച്ച് ചീത്ത അത് മറ്റേ ഇതെല്ലാം കണ്ടുകൊണ്ട് മറ്റേ എന്തെല്ലോ സ്വാമി വരണ്ടല്ലോ പറയുന്നുണ്ട് മറ്റേ ഇങ്ങോട്ടേക്കല്ലേ എന്തോ പറയലുണ്ട് അവരല്ലേ. അപ്പൊ ഇങ്ങനെ അവരെ രൂപം ഇതെല്ലാം കാണുമ്പോ എനക്ക് പേടി. അത് എന്നാലും എനക്കൊരു പേടി. എനിക്ക് ആ സീനാട്ടിനോട് പറഞ്ഞു വേണ്ട നമുക്ക് മിണ്ടൻ വെറുതെ പോയിട്ട് ഇനി ചൊറയാവണ്ടാന്ന് വെച്ചിട്ട്. പക്ഷെ അല്ല അറിയാനുള്ള ഒരു ക്രേസ്. അപ്പൊ അവര് ഗുജറാത്തിൽ നിന്ന് വരുന്നതാണ്. ഗുജറാത്തിൽ നിന്ന് ഇപ്പം എല്ലാ പിന്നെ ഗുജറാത്ത്, മഹാരാഷ്ട്ര, പിന്നെ ഗോവ, കർണാടക അങ്ങനെയെല്ലാം പറഞ്ഞു. പിന്നെ ഇവിടുന്ന് തമിഴ്നാട് പോവും. തമിഴ്നാട് നിന്ന് പിന്നെ നേരെ ശ്രീലങ്കയിലേക്ക് എല്ലാ അതുപോലെ മന്ദിരം നമ്മുടെ ഈ ക്ഷേത്രങ്ങളും ഇതെല്ലാം വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നതാണ്. അപ്പോൾ അതങ്ങനെ ഞാൻ ചോദിച്ചു അപ്പോൾ എങ്ങനെയാണ് ഭക്ഷണം എല്ലാം. അപ്പം ഭക്ഷണം എന്ന് പറയുന്നത് അവർ പിന്നെ ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞു. ഭക്ഷണം കഴിക്കില്ലേ. അപ്പം എങ്ങനെ നിൽക്കുമ്പോൾ പറഞ്ഞു ഗുഡും പിന്നെ ചെന്നൈയും ഈ കടലയും വെല്ലും മാത്രമേ കഴിക്കല്ലൂ. അതൊക്കെ അവർ കാണിച്ചു തരുന്നുണ്ട്. അതിന് ഒരു വെളുത്തല്ലി ഇതും സാധാ നമ്മള് അധികം ഭക്ഷണം കഴിക്കില്ല. എനക്കൊരു ചെറിയ നമുക്കെല്ലാം ഞാൻ ഒരു കാര്യം പറ്റും, അങ്ങനെയും ജീവിക്കാൻ പറ്റും. നാളെ മുതൽ അത് കഴിച്ചാൽ മതി. വെറുതെ ചെലവ് മാത്രല്ല ഇല്ലതെല്ലാം വാരി വലിച്ച് കഴിക്കും. എന്നിട്ട് പിറ്റേ ദിവസം ഒരു ജിമ്മിൽ പോയിട്ട് പൈസയും കൊടുക്കും. സ്വാമിക്കൊന്നും നോക്കിയ ശരീരം നല്ല ഫിറ്റ് ആയിട്ട്. അപ്പൊ നാളെ മുതൽ ഞാൻ വിചാരിക്കുന്നത് ശ്രീനാട്ടിന്റെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും എല്ലാം കടലയും വെല്ലും ആക്കിയാണ് ഞാൻ. മെനു മാറ്റി ഫുള്ളായിട്ട്. അപ്പൊ നമ്മുടെ മേതുട്ടീന്റെ ഡാൻസ് എല്ലാം കഴിഞ്ഞ് നമ്മള് കൂട്ടി നേരെ മണിക്കൂറിനെ കൂട്ടാൻ വേണ്ടിട്ട് പോവേനെ. ഒരാളിവിടെ നന്നാ പണിയെടുക്കുന്നുണ്ട്. ഇങ്ങോട്ട് നോക്കിയേ അതെ നല്ല വിശക്കുന്നുണ്ട്. നല്ല ചൂടാന്ന്. അതെ ചൂട്. നല്ല ഏപ്രിൽ മാസം പിന്നെ ചൂടല്ലാണ്ട് പിന്നെ തണുപ്പുണ്ട്. മേതുട്ടി എങ്ങനെയുണ്ടായിന് ഇന്ന് പോയിട്ട്? അല്ല എങ്ങനെയുണ്ടായിന് പറ. പുതിയ ഫ്രണ്ട്സിനെല്ലാം കിട്ടിയാ? ഇനി പോവോ മേതുവാടാ? അതെ നാളെയും പോവല്ലേ? എല്ലാ ദിവസവും മേതൂട്ടിക്ക് അവിടെ കൊറേ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടാ. മേതൂട്ടിനെ അറിയുന്നതന്നെ കൊറേ കുഞ്ഞിക്കുട്ടികൾ ഉണ്ടായിരുന്നല്ലേ. മേതൂട്ടിന്റെ വീഡിയോ എല്ലാം കണ്ടിച്ച് അറിയുന്ന കൊറേ കുട്ടികളുണ്ട്. അപ്പൊ നമ്മള് നേരത്തെ മണിക്കൂറിനെ കൂട്ടാൻ പോകുന്നിടത്ത് അവസാനിപ്പിച്ചാന്നല്ലേ. അപ്പൊ മണിക്കൂറിനെയും കൂട്ടി നമ്മള് ഭക്ഷണം കഴിച്ച് ഇപ്പൊ നേരെ മണിക്കറയിലെത്തി. അതെ ഉച്ചക്ക് കഴിച്ചു. വൈകുന്നേരം ആവുമ്പോ നമ്മള് ഒന്ന് ചെറുങ്ങനെ ഒന്ന് കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട് നമ്മുടെ പഴയ സ്ഥലമായിട്ടുള്ള മാടായി പറഞ്ഞു. ഉറക്കം കഴിഞ്ഞ് എണീച്ചേ കൈന്നോട് എടുക്ക് എന്ന് പറഞ്ഞിട്ട് ഹായ് പറഞ്ഞു. വണ്ടി കയറി കഴിഞ്ഞാൽ പിന്നെ ഉറക്കം കഴിച്ചതാണ്. മണിക്കൂട്ടം വലിയ കല്ലുകൊണ്ട് കളിക്കുന്നു. മണി ഫുട്ബോളാന്ന് ചോദിച്ചാൽ തട്ടുയിന്ന് കല്ല് എന്താണ് കാലിതാ നല്ല പണി കിട്ടൂട്ടാ. റിസ്ക് പരിപാടി. നല്ല അടിപൊളി കാറ്റല്ലേ മണിക്കൂട്ടാ? ഈ ചൂട് സമയത്ത് നല്ലല്ലേ? ഇങ്ങനെ കാറ്റില്ല അല്ലേ? ഇല്ല ഇത് മൊത്തമായിട്ട് ഇങ്ങനെ പാറയായിട്ട് കിടക്കുന്ന സ്ഥലല്ലേ. ഒരുപാട് ജനങ്ങളാട്ടാ. ആൾക്കാരാണ്. സൺഡേ ഹോളിഡേ. സൺഡേ എല്ലാവർക്കും ഹോളിഡേ ആണ്. ഭയങ്കര ഈസ്റ്ററിന്റെ ലീവ് ആയില്ലേ അല്ലേ? ഈസ്റ്ററിന്റെ ലീവ് ആയി. ചിന്തിച്ചെടുത്തിട്ടുണ്ടോ അതിന്റെ ഇടയ്ക്ക്? മേതുട്ടി എന്നിട്ട് ഉറക്കം വരുന്നുണ്ടാ? ഒന്ന് കിടന്നു തുടങ്ങിക്കോ. അതാ ഇടാ അവിടെ കിടന്ന് നല്ല പുല്ലല്ലേ. കിടന്നോ? ഇനിയിപ്പോ ആയി. ഇപ്പൊ നമ്മളൊരു 5-10 മിനിറ്റ് കൂടി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന നല്ല സ്കൂട്ടാവും അല്ലേ? അതെ ഇനിയിപ്പോ നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മള് നേരെ പോവും. അപ്പൊ ഇതെല്ലാം ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളല്ലേ? അതെ അപ്പൊ നല്ലൊരു പുതിയ വിശേഷമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അത് വേറെ മേതുട്ടി ഒരു ബായിക്കും പറ. ഉറക്കം മാറിയില്ല കേട്ടോ. അതാണ് ബായ്.